ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആർജുവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗേസ് നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ചന്തയിലോട്ട് പോകുന്ന ഒരു സാധനം മേടിക്കാനായിട്ട്. അപ്പോൾ എന്തെന്ന് പറയുമ്പം മീൻ അച്ചാറിൻ്റെയൊക്കെ ഓർഡറുണ്ട്, ബീഫ്, മീൻ, മാങ്ങ, അങ്ങനെ കുറേ അച്ചാറിൻ്റെയൊക്കെ ഓർഡറുകളുണ്ട്. അപ്പം അത് കുറച്ച് ഓർഡറുണ്ട്. അപ്പം എന്തെങ്കിലും അതിന് സാധനം മേടിക്കാനായിട്ട് പോകുന്നു, മീനൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗേസ് ഇത് എവിടെയാണ് നിന്ന് എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ വീടിൻ്റെ വയലിൻ്റെ സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം നല്ല രസമുണ്ട് കണ്ടോ, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്ന്. അപ്പോൾ ഞാൻ ഈ ഇറങ്ങി വരുന്നൊരു പാട് കൊണ്ടിട്ടാണ് ഞാൻ സത്യത്തിൽ അവിടെ നിന്നിട്ട് തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഒരു കുട്ടി അതൊരു ഇങ്ങനെ വരികയുണ്ടായി. പിന്നെ ഞാൻ വീഡിയോ അങ്ങ് ഓഫ് ചെയ്തു. പിന്നെ ഇതാ നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് ഇറങ്ങി പോകുന്നു. അങ്ങനെ ഗേസ് നമ്മളിതാ ഇവിടെ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ കുറേ അയല, നല്ല ഫ്രഷ് അയലയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട് നല്ല അയലയാണെന്ന്. അപ്പം നല്ല ഫ്രഷ് മീൻ തന്നെയാണ്, കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മീനൊക്കെ കുറവാണിപ്പോൾ, കാരണം ഒരുപാടധികം മീനൊന്നും ഇല്ല, മീൻ തീരെ കുറവാണ്. പിന്നെ അതാ ചൂര, നല്ല റേറ്റാണ് ചൂര. അങ്ങനെ കേസ് നമ്മളിതാ ചന്തയിലൊക്കെ പോയി മീനൊക്കെ വാങ്ങി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എത്തിയിട്ടുണ്ട്. കുറേ മീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ചാളയും കൂടി വാങ്ങിച്ചേട്ടാ, ചാള മീൻ അച്ചാറും കൂടി ഇടാനായിട്ട്. അത് നമുക്ക് ഇടാനാണ്, ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കും. അപ്പം കുറച്ച് ചാളയും കൂടി കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ചാള മീൻ അച്ചാറും കൂടി ഇടാമെന്ന്. മക്കൾക്ക് ഇവിടെ മീൻ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിലയ്ക്ക് കിട്ടിയതുകൊണ്ട് കുറച്ച് ചാളയും കൂടിയൊക്കെ വാങ്ങി. അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനം എന്തൊക്കെയാണെന്ന് കാണിച്ചില്ല. അപ്പോൾ മീനൊക്കെ വാങ്ങിക്കൊണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേക്കും മേളിൽ വീട്ടിൽ ചേച്ചി ചക്ക കൊണ്ടുവന്നു. അപ്പം ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതെല്ലാം ചെയ്യാൻ കുറേ ജോലിയുണ്ട് കേട്ടോ, നല്ല ജോലിയുണ്ട്. ഫുഡ് റെഡിയാക്കണം, പിന്നെ മീൻ്റെ അച്ചാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. കുറച്ച് ഓരോ കൂട്ടർക്ക് അതായത് ഞായറാഴ്ച ഒന്ന് കൊടുക്കണം, പിന്നെ അടുത്ത ആളിന് തിങ്കളാഴ്ച അയച്ചു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടിട്ടേക്ക് നല്ല തിരക്കാണ്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മളെ കുക്കറിൽ ചെയ്യാൻ പവിക്കാൻ വെച്ചിരിക്കുന്നത്, അതാണ് ആ വിസിൽ കേൾക്കുന്നത്. അങ്ങനെ ഗേസ് ദാ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ ഇതാണ്. അപ്പോൾ മീൻ വാങ്ങിയിട്ടുണ്ട്, വലിയൊരു ചൂരയാണ് വാങ്ങിയത്. അപ്പോൾ റേറ്റ് കൂടുതലാണ്, ഏകദേശം ഒരു 700 രൂപയായിട്ടുണ്ട് ഈ ഒരു ചൂര വാങ്ങിയത്. അപ്പോഴിതാ ചൂരമീൻ വാങ്ങി കട്ട് ചെയ്ത് അവിടെ നിന്ന് തന്നെ പീസാക്കി കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി, പിന്നെ അതുപോലെ മാങ്ങ വാങ്ങിയിട്ടുണ്ട് അച്ചാറിടാനായിട്ട്. അപ്പോൾ മാങ്ങ അച്ചാറിനും ഓർഡറുണ്ട്. അപ്പം മാങ്ങ കുറച്ച് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻ, അതായത് നമ്മുടെ വീട്ടാവശ്യത്തിനായിട്ട് വാങ്ങിയതാണ്. അപ്പം വലിയ വാളയാണ്, അപ്പം മുള്ളുവാള എന്ന് പറയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, ഇത് എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. പിന്നെ ചാള വാങ്ങിയിട്ടുണ്ട്, പിന്നെ കുഞ്ഞിക്കാരലും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറേ മീനുകൾ വാങ്ങി. അപ്പോൾ ഈ ചാള വാങ്ങിയത് മെയിൻ ഉദ്ദേശം എനിക്ക് അച്ചാറിടാനാണ്. സാധാരണ ഞാൻ ഈ ചാള വാങ്ങിച്ചിട്ട് കോഴിക്ക് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിക്ക് കട്ട് ചെയ്ത് ചെറിയ പീസാക്കിയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു അച്ചാറിടാമെന്ന്, അങ്ങനെ ഞാൻ കുറച്ച് വാങ്ങിയതാണ്. പിന്നെ കാരലെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സംഭവം ഈ മീനാണ് നമ്മുടെ നാട്ടിൽ കാരലെന്ന് പറയുന്നത്. അപ്പം അതും കുറച്ച് വാങ്ങിയിട്ടുണ്ട്. മാങ്ങയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ചക്ക ഉണ്ടോ, ചക്ക ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് വാങ്ങിച്ച സാധനങ്ങളൊക്കെ. പിന്നെ ഒരു കത്തി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മൂർച്ചയുള്ള കത്തിയാണ്. എനിക്കാണെങ്കിൽ ഏത് കത്തി വാങ്ങിയാലും ഒന്നും ശരിയാവത്തില്ല. പിന്നെ ഒരുപാട് കത്തി ഇവിടെ ഇരിപ്പുണ്ട്, ഓൾറെഡി ഞാൻ കൊണ്ടുവന്നേക്ക് ഒരുപാട് കത്തികൾ ഇരിക്കുന്നു, പക്ഷേ ഒന്നും ശരിയാവത്തില്ല. പിന്നെ നമ്മുടെ പ്ലാന്റൊക്കെ കണ്ടോ ഇങ്ങനെ വാടിയൊക്കെ നിൽക്കുകയാണ്, ചൂടല്ലേ. പിന്നെ നമ്മളെ വീട്ടിലിതാ ഇപ്പോൾ ആരുമില്ല, മക്കൾ ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വരും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കണം. അപ്പോൾ അവർ ട്യൂഷന് പോയേക്കാണ് കേട്ടോ. പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ, നല്ല വെയിലെന്ന് വെച്ചാൽ ചൂട് കാരണം നിൽക്കാൻ വയ്യ. മോളിതാ വന്നിട്ടുണ്ട്, അവളിതാ ഫുഡ് കഴിക്കും. അപ്പോൾ ഗേസ് ആർക്കെങ്കിലും അച്ചാർ വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പം എൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് അച്ചാർ വേണം എന്തിനാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജോ ചോദിക്കാം. വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. ദൂരേക്കാണെങ്കിൽ DTDC കൊറിയറായിട്ട് അയക്കും. അപ്പോൾ കേരളത്തിനകത്താണെങ്കിൽ 2 ദിവസം കൊണ്ട് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാ ഓക്കെ. അങ്ങനെ നമ്മളിതാ ഇവിടെ ഫുഡ് റെഡിയാക്കാനായിട്ട് പോകുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തായാലും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുറച്ച് റൈസ് ഇരുന്നതിനെടുത്ത് വേവിച്ച് ഊറ്റി വെച്ചേക്കാണ്. പിന്നെ ഉള്ളിയൊക്കെയാണ്. അപ്പോൾ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ബീഫ് ബിരിയാണി ഉണ്ടാക്കാനായിട്ടാണ്.
പിന്നെ ഇതാ നമ്മൾ ബീഫ് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പം കുക്കറിൽ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് 2 വിസിൽ കേൾപ്പിച്ചിട്ട് പെട്ടെന്ന് വേവിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പം ഇതാ ബിരിയാണിക്ക് മുകളിൽ നട്ട്സും ഉള്ളി എല്ലാം കൂടിയൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇറച്ചി വയ്ക്കാൻ, അതായത് ബീഫ് വയ്ക്കാനായിട്ടാണ് ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഉള്ളി വറുത്ത് വെച്ചിട്ടുണ്ട്, വറുത്ത് കോരിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ നെയ്യുണ്ടോ, നാടൻ നെയ്യാണ്, എനിക്കൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പം അതാ നമ്മളെ ബിരിയാണി പോട്ടിൽ ആണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം സെറ്റ് ചെയ്തെടുക്കണം. ബിരിയാണിക്കുള്ള സംഭവങ്ങൾ പെട്ടെന്ന് റെഡിയാക്കും. എനിക്ക് എന്തായാലും ഒരു അരമണിക്കൂറിനാണ് വെച്ചിട്ട് ഞാൻ എല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കും. അപ്പോൾ അതാ നെയ്യ്, പിന്നെ എസൻസ്, കുറച്ച് കളർ, പിന്നെ അതുപോലെ ഉള്ളി വറുത്ത് കോരി നട്ട്സും എല്ലാം കൂടി ഇട്ടതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് അത് ഇടുന്നത്. അപ്പോൾ അതും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെക്കുമ്പോഴത്തേക്കും നല്ല രുചിക്ക് ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് നട്ട്സൊക്കെ ഇട്ടത്. പിന്നെ സലാഡ് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിതാ പപ്പടം, അപ്പം നമ്മുടെ ബീഫ് റെഡിയായി. പിന്നെ അതുപോലെ തന്നെ റൈസും റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പം എന്താ കണ്ടോ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ബിരിയാണി. ഒരുപാട് നട്ട്സ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗി തോന്നുന്നില്ലേ. അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ ഇതാ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ചക്കക്കുരു, ഇത് മാറ്റി വെച്ചേക്കുന്ന എന്തെങ്കിലും കറി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. ഇത് ചക്ക കറി വയ്ക്കാനും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് പിറ്റേ ദിവസത്തേക്കായിട്ട് ഞാൻ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചക്ക ഞാൻ വറുക്കാമെന്ന് വിചാരിച്ചപ്പോൾ മക്കൾക്ക് ചായയോടുകൂടി വറുത്ത് കൊടുക്കാൻ. അപ്പോൾ നല്ല ടേസ്റ്റല്ലേ നമ്മളെ വീട്ടിൽ വറുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചക്ക എടുത്തിട്ട് ഇങ്ങനെ കട്ടി കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് മക്കൾക്ക് ഞാൻ എന്താ വൈകുന്നേരം ചായയോടുകൂടി ചായയിട്ട് ചക്കയും കൂടി വറുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വറുക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിപ്പോൾ കഴിക്കാൻ വേണ്ടി മാത്രം വറുത്ത് കോരി എടുത്തതാണ്. അപ്പം നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പം മക്കൾക്ക് കടയിൽ നിന്ന് കവറിൽ പാക്ക് ചെയ്ത് വാങ്ങുന്നേക്കാളും നമ്മുടെ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പെട്ടെന്ന് അവർക്ക് ചായയോടെ കൊടുത്തവർക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇൻഷാ അല്ലാ എന്തായാലും ഇനി ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ആക്കണം. ഇപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നുള്ളൂ, അതുകൊണ്ടിട്ടാണ് കുറച്ചെടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.